FCRA ചട്ട ഭേദഗതിക്കെതിരെ വിമർശനം ശക്തമാവുകയാണ്. ഭേദഗതികൾ ഉടൻ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് KC വേണുഗോപാൽ MP കത്തയച്ചു. ബിൽ സംശയാസ്പദവും മൗലികാവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റവുമാണെന്ന് ഓർത്തഡോക്സ് സഭ പ്രതികരിച്ചു. FCRAയുടെ പുതിയ ചട്ടങ്ങൾ വീണ്ടും പുതുക്കി കഴുത്തിന് കത്തിവെക്കുന്ന രീതിയിലുള്ളതായ രീതി സഭയുടെ അക്കൗണ്ട്സ് എല്ലാം കൃത്യമായി പരിശോധനയ്ക്ക് വിധേയമാക്കുകയും കൃത്യമായി അത് സമർപ്പിക്കേണ്ട സ്ഥലങ്ങളിൽ സമർപ്പിക്കുകയും ചെയ്തു വരുന്നു. അതുകൊണ്ട് തന്നെ സഭയ്ക്കിതിൽ ഭയപ്പെടേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. എന്തിനാണ് ഇങ്ങനെ കൂച്ചുവേലം കിട്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അക്കൗണ്ട്സുകൾ പരിശോധിക്കുന്നതിന് ഇന്ന് മാത്രമല്ല, ഇന്നലെയും തയ്യാറാണ്, നാളെയും അത് തയ്യാറാണ്. എന്നാൽ സഭ എങ്ങോട്ട് പോകണം, എങ്ങനെ ചരിക്കണം, സഭയുടെ പ്രസിദ്ധീകരണങ്ങൾ വിശകലനം ചെയ്യണം, ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്നത് എന്ന ഒരു സങ്കടകരമായ ഒരു യാഥാർത്ഥ്യമാണത്. FCRA ഭേദഗതി കൊണ്ട് കേന്ദ്ര സർക്കാർ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുകയാണെന്ന് ജോസ് കെ മാണി MP പ്രതികരിച്ചു. നമുക്കറിയാം, ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന പല സ്ഥലങ്ങളിലുമുണ്ട്. അത് ചിലപ്പോൾ ആയുധം കൊണ്ടായിരിക്കാം. പക്ഷേ ആയുധമില്ലാതെ നിയമം കൊണ്ടുവന്ന് ആ നിയമം ഒരു ആയുധമാക്കി മാറ്റൂ, ഞാൻ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നതാണ് FCRന്റെ ഈ ഭേദഗതിയിൽ കൂടെ നമുക്ക്, അല്ലെങ്കിൽ ചട്ടങ്ങൾ ഭേദഗതി ചെയ്യുന്നതിൽ കൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇത് വാസ്തവത്തിൽ വളരെ ഗൗരവമായി കാണേണ്ടതാണ് നമ്മുടെ സമൂഹം എന്ന് പറയാനായിട്ട്. ചട്ട ഭേദഗതി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത് നിശ്ചിത താൽപര്യത്തോടെ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടാൻ വേണ്ടി എന്നത് വ്യക്തമെന്ന് A. റഹീമും വിമർശിച്ചു. കേന്ദ്ര സർക്കാർ FCRAയിൽ ചട്ടഭേദഗതി കൊണ്ടുവരുന്നത് നിക്ഷിപ്ത താൽപര്യത്തോടെയാണ്. അത് രാജ്യത്തെ തങ്ങൾക്കിഷ്ടമില്ലാത്ത മതന്യൂനപക്ഷ വിഭാഗങ്ങളെ വേട്ടയാടുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് വ്യക്തമാണ്. ഭരണഘടന ഉറപ്പു നൽകുന്ന ഇത്തരത്തിലുള്ള എല്ലാ സ്വാതന്ത്ര്യം, അത് മതസ്വാതന്ത്ര്യമാകട്ടെ, അതോടൊപ്പം തന്നെ മതസ്ഥാപനങ്ങൾക്ക് ഏർപ്പെടാൻ കഴിയുന്ന മറ്റ് പ്രശംസനീയമായ ചാരിറ്റി പ്രവർത്തനങ്ങളാകട്ടെ, അതിനെയെല്ലാം സംശയത്തിൻ്റെ നിഴലിൽ കൊണ്ടുവരാനും അവരെ വേട്ടയാടുന്നതിനുമുള്ള കൃത്യമായ ഒരു രാഷ്ട്രീയ പദ്ധതിയായിട്ടാണ് ഈ ചട്ടഭേദഗതിയെ കാണേണ്ടത്. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്നും ബൽറാം ഡൽഹിയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ആദ്യം ടോബിയിലേക്കാണ്. ടോബി, ഈ പുതിയ FCRA ചട്ടഭേദഗതി അത് വീണ്ടും വാർത്തകളിൽ ഇടം പിടിക്കുകയാണ്. ഇതിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നു, അതിൽ അനാവശ്യമായ നിർദ്ദേശങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ ഉണ്ട് എന്നാണ് സഭയുടെയൊക്കെ വലിയ ആകുലത. അതിലൊരു ഇടപെടൽ ഉടൻ തന്നെ വേണമെന്ന് അവർ ആവശ്യപ്പെടുന്നുമുണ്ട്. ഈ മതപരിവർത്തനം മാത്രമല്ല, മതപരിവർത്തന ശ്രമം പോലും അത് കുറ്റകരമെന്ന രീതിയിലുള്ളൊക്കെയുള്ള നിർദ്ദേശങ്ങൾ ഇതിലുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനമായും സഭാ പ്രതിനിധികളൊക്കെ തന്നെ ഉയർത്തിക്കാട്ടുന്നത്, അല്ലേ? ഗോകുൽ, തീർച്ചയായിട്ടും ഈ ചട്ടഭേദഗതിയിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്ന ചില കാര്യങ്ങൾ, അതാണ് കൂടുതൽ ആശങ്കയുണ്ടാക്കുന്നത്. അക്കൗണ്ട്സുകൾ പരിശോധിക്കുന്നതിനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പൊരുത്തക്കേടുകളുണ്ടെങ്കിൽ പിഴ ഈടാക്കുന്നതിനോ ഒന്നും കുഴപ്പമില്ല എന്ന് പറയുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ അക്കൗണ്ട് ഹോൾഡ് ചെയ്യുന്ന വ്യക്തിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾ, ഇതെല്ലാം പബ്ലിഷിംഗ്, ഇതെല്ലാം കൃത്യമായി പരിശോധിക്കണമെന്നുള്ള വ്യവസ്ഥകൾ കൊണ്ടുവരുന്നത് അതൊരു തരത്തിലൊരു നിയന്ത്രണം തന്നെയാണ്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മതപരിവർത്തന കാര്യങ്ങളെല്ലാം ചുമത്തിക്കൊണ്ട് ഈ ന്യൂനപക്ഷങ്ങൾക്ക് മേൽ ഒരു നിയന്ത്രണം കൊണ്ടുവരാൻ അല്ലെങ്കിൽ അവരുടെ ഈ സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് തടയിടാനുള്ള നീക്കമാണെന്നുള്ളൊരു ആശങ്കയാണ് സഭകൾക്കെല്ലാം ഉള്ളത്. അതാണ് ഇന്ന് ഓർത്തഡോക്സ് സഭ അല്പം കട്ടിയായി തന്നെ ആ കാര്യത്തിൽ ഒരു ശക്തമായിട്ടുള്ള പ്രതിഷേധം അറിയിച്ചത്. ഈ FCRA വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് സമയത്ത് വലിയ ചർച്ചകൾ ഉയർന്നാണ്. അന്ന് വിവിധ ക്രൈസ്തവ സഭകൾ ആശങ്കകൾ തുറന്നു പറയുകയും അതിരൂക്ഷമായി കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന കാഴ്ച വരെ കണ്ടതാണ്. അന്ന് കേരളത്തിലെ BJP നേതാക്കളടക്കം സ്വീകരിച്ച നിലപാട് ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരുമായി ചർച്ച നടത്തി. പ്രത്യേകിച്ചും ഷോൺ ജോർജ് വരെ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ ഒരു 10 ദിവസത്തിനുള്ളിൽ ഒരു ചർച്ച മതമേലധ്യക്ഷന്മാരുമായിട്ടൊക്കെ നടത്തും, അതിനുശേഷമേ തുടർ നടപടികളിലേക്ക് കടക്കൂ എന്നാണ് പറഞ്ഞത്. പക്ഷേ അത്തരത്തിലുള്ള ഒരു ചർച്ചകൾക്കും പോകാതെ, ആ ചർച്ചകളിലേക്കൊന്നും പോകാതെ ഇത്തരത്തിലുള്ള ഒരു നിയമ ഭേദഗതി കൊണ്ടുവരുമ്പോൾ അത് വലിയ രീതിയിലുള്ള ആശങ്ക ഈ ക്രൈസ്തവ സഭകൾക്ക് മേലുണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സന്നദ്ധ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നടത്തുന്ന ഈ സഭകൾക്കുണ്ട്. കാരണം അവരിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ, അനാവശ്യമായിട്ടുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നു എന്നൊരു ആശങ്കയാണുള്ളത്. അതുകൊണ്ടാണ് ഓർത്തഡോക്സ് സഭ ഇന്ന് പറഞ്ഞത് വിവിധ ക്രൈസ്തവ സഭകളുമായി ചേർന്ന് ഒരു പ്രതിഷേധത്തിലേക്ക്, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് എല്ലാ സഭകളെയും കൂടി ചേർന്ന് ഒരു നിലപാടിലേക്ക് പോകുമെന്ന് പറയുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, മാസങ്ങളായി ഈ വിഷയം സജീവ ചർച്ചയിലുണ്ട്. ഇത്തരം സന്നദ്ധ പ്രവർത്തനങ്ങൾ, അതിൻ്റെ അകത്ത് ഓർത്തഡോക്സ് സഭ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. വിദേശ ആളുകളിൽ നിന്ന്, വിദേശത്തുള്ളവരിൽ നിന്നും പണം സ്വീകരിക്കുകയല്ല, ഇന്ത്യയിലുള്ളവർ വിദേശത്ത് പോയി പണിയെടുക്കുന്നു, അവരിൽ നിന്നും ലഭിക്കുന്ന ഒരു വിഹിതം, അത് സന്നദ്ധ പ്രവർത്തനത്തിന് വേണ്ടി ലഭിക്കുന്ന വിഹിതമാണ്. അത് കൃത്യമായി ഓഡിറ്റ്
ചെയ്യപ്പെട്ട് വരുന്ന തുകയാണ്. അതിൻ്റെ കണക്ക് കാണിക്കാൻ പറഞ്ഞാൽ അത് കാണിക്കാൻ തയ്യാറാണ്, അത് കൃത്യമായി ഓഡിറ്റ് ചെയ്യുന്നതുമാണ്. എന്നാൽ അതിനപ്പുറത്തേക്കുള്ള രേഖകൾ അല്ല അതിന് അപ്പുറത്തേക്കുള്ള വിശദീകരണങ്ങളൊക്കെ നൽകേണ്ടി വരുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കില്ലെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും? വരും ദിവസങ്ങൾ ഇത് പാർലമെന്റിലൊക്കെ കഴിഞ്ഞ തവണ വന്നപ്പോൾ നമ്മൾ കണ്ടതാണ്. അതിന് സമാനമായ രീതിയിലുള്ള നിലപാടുകൾ, കടുത്ത നിലപാടുകൾ സ്വീകരിച്ച് കേന്ദ്ര സർക്കാരിൽ നിന്നും പിന്മാറണമെന്നൊരു ആവശ്യമാണ് സഭകൾ മുന്നോട്ട് വെക്കുന്നത്. ശരി, ടോബി ജോൺസണാണ് വിവരങ്ങൾ നൽകിയത്. ബൽറാം നെടുങ്ങാടി കൂടി ചേരുന്നു ഡൽഹിയിൽ നിന്നും. ബൽറാം, വലിയ വിമർശനം സഭയുടെ ഭാഗത്തു നിന്നൊക്കെ പ്രത്യേകിച്ചും ഉയർന്ന സാഹചര്യം കൂടിയുണ്ട്. അതിലെ വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ടാണ് വലിയ ആശങ്കകൾ നിലനിൽക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വരുന്ന പ്രതികരണങ്ങൾ പ്രകാരം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ നേരിട്ട് കാണാനൊക്കെ അവസരം തേടി ഈ വിഷയത്തിലെങ്കിലും അത് ലഭിച്ചില്ല എന്നതടക്കമുള്ള പ്രതികരണങ്ങൾ സഭാപ്രതിനിധികൾ ഉയർത്തുന്നുണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ കൂടി കേന്ദ്ര നീക്കം ഇനി എന്ത് എന്നുള്ളത് ഏറെ പ്രധാനമാണ്. ഏതെങ്കിലും തരത്തിലുള്ള വിട്ടുവീഴ്ച പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? പ്രജിൻ, അസിത, നിലവിലെ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ ഉടൻ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. നേരത്തെ ഈ FCRA ചട്ട നിയമ ഭേദഗതിക്കായി കേന്ദ്രം ശ്രമങ്ങൾ നടത്തിയിരുന്നു. കഴിഞ്ഞ കാലയളവിൽ ഭേദഗതി നിയമം കൊണ്ടുവരാനുള്ള നീക്കം നടത്തിയിരുന്നു. അതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ വിവിധ തലങ്ങളിൽ നിന്നും ഉയർന്നിരുന്നു. ഒപ്പം തന്നെ കേരളവും ബംഗാളും തമിഴ്നാടും അടക്കമുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾ നിർണായക സ്വാധീനമുള്ള സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് പിന്നീട് ആ കാര്യങ്ങൾ വലിയ തോതിൽ ചർച്ചയാവുകയും ചെയ്തത്. എന്തായാലും ആ നിയമ ഭേദഗതിയിൽ കേന്ദ്ര സർക്കാർ എന്താണോ ഉദ്ദേശിച്ചിരുന്നത് അതാണ് പുതിയ ചട്ട ഭേദഗതിയിലൂടെ നടപ്പാക്കാനുള്ള ശ്രമം, അല്ലെങ്കിൽ നടപ്പാക്കിയിരിക്കുന്നത്. തിങ്കളാഴ്ച മുതൽ തന്നെ അത് പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇതിനെതിരെ ശക്തമായ എതിർപ്പ് ഉയരുന്നുണ്ട്. പ്രത്യേകിച്ചും ആശങ്കകൾ ഉയരുന്നത് വിവിധ സാമൂഹിക സംഘടനകൾ, അത് ന്യൂനപക്ഷ വിഭാഗങ്ങൾ നേതൃത്വം നൽകുന്ന NGOകളുടെ ഭാഗത്തു നിന്ന് തന്നെയാണ്. ഈ സർക്കാർ നിർവചിച്ചിരിക്കുന്ന 105 വിഭാഗത്തിൽപ്പെട്ട പ്രവർത്തനങ്ങൾ മാത്രമേ നിർവഹിക്കാൻ കഴിയൂ. ഒപ്പം തന്നെ ഏത് മേഖലയിലാണോ ഏത് പ്രദേശത്താണോ പ്രവർത്തിക്കുന്നത് എന്നടക്കമുള്ള വിവരങ്ങൾ അത് മുൻകൂട്ടി അറിയിക്കേണ്ടതുണ്ട് എന്നതടക്കമുള്ളത് ഈ സ്ഥാപനങ്ങളുടെ NGOകളുടെ സ്വാതന്ത്ര്യത്തെ ഇല്ലായ്മ ചെയ്യുമെന്നും അതിനോടൊപ്പം തന്നെ അവയ്ക്ക് മേൽ നിയന്ത്രണം, ഏത് സമയവും നിയന്ത്രണമോ മറ്റ് നടപടികൾക്കോടെയോ ഭീഷണി നേരിടുന്നത് ഒരു സാഹചര്യം ഉണ്ടാകുമെന്നുള്ള ആശങ്കയാണ് ഈ സംഘടനകൾ പങ്കുവയ്ക്കുന്നത്. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗങ്ങൾ നേതൃത്വം നൽകുന്ന സംഘടനകൾ തന്നെയാണ് ഈ ഘട്ടത്തിൽ, ആദ്യഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ആശങ്ക പങ്കുവച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ എന്തായാലും ഈ ചട്ട ഭേദഗതിയിൽ നിന്നും പിന്നോട്ടില്ല എന്നൊരു നിലപാടിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ഒപ്പം തന്നെ നിയമ ഭേദഗതിക്കായുള്ള നീക്കങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ്. പാർലമെന്റിന്റെ വരാനിരിക്കുന്ന വർഷകാല സമ്മേളനത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നീക്കങ്ങൾ ഉണ്ടാകും. കാരണം പാർലമെന്റിൽ NDA കൂടുതൽ ശക്തമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടി സർക്കാരിന് അനുകൂലമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.